All of you, welcome to Amsh's PSC Tips. Inductive and deductive methods. Inductive and deductive methods. Inductive method ആഗമന രീതിയെന്നും deductive method നിഗമന രീതിയെന്നും അറിയപ്പെടുന്നു. Induction and deduction are two techniques of thinking and responding used for arriving at generalization and valid conclusion. ഒരു ടീച്ചിങ് മെത്തേഡാണ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും അങ്ങനെ ചില നിഗമനങ്ങളിൽ എത്തുന്നതിനും ഈ രണ്ട് മെത്തേഡ്സും കുട്ടികളെ സഹായിക്കുന്നു. ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ ആർ ടു ടെക്നിക്സ് ഓഫ് തിങ്കിങ് ആൻഡ് റെസ്പോണ്ടിങ് യൂസ്ഡ് ഫോർ അറൈവിംഗ് അറ്റ് ജനറലൈസേഷൻ ആൻഡ് വാലിഡ് കൺക്ലൂഷൻ. The entire method of teaching and higher order learning are based on induction and deduction. Teaching learning എന്ന് പറയുന്നത് teaching and learning are based on induction and deduction method. Inductive method. In inductive method, the child is led to discover truth by himself. Inductive methodil കുട്ടി സ്വയം ഒരു കാര്യം കണ്ടെത്തുന്നു. The various steps involved in inductive method are observation of concrete examples എന്നാണ്. observation of concrete examples, attribute, second step എന്ന് പറയുന്നത് attribute, third step analysis, fourth step comparison, fifth step classification, sixth step എന്ന് പറയുന്നത് generalization, and the last one verification, ഇത്രയാണ് പ്രധാനമായും ഇൻഡക്റ്റീവ് മെത്തേഡിൽ ഉള്ളത്. നോക്കാം ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ മെയിൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. അത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന പോയിന്റ്സ്. ദിസ് ഈസ് particular to general approach. This approach is particular to general approach, inductive method. അതായത് പൊതുവായതിൽ നിന്ന് സാമാന്യമായതിലേക്ക്. It leads to new knowledge. ഇതൊരു പുതിയ അറിവിലേക്ക് നയിക്കുന്നു. It's a method of discovery. ഒരു കണ്ടെത്തൽ രീതിയാണ് inductive method. Acquisition of knowledge very slow as a new generalization has to be discovered. Principles are independently generated. ഇത് വളരെ സ്ലോയിൽ അല്ലെങ്കിൽ വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ജനറലൈസേഷനിൽ എത്തപ്പെടുന്നു, ഒരു പ്രിൻസിപ്പിളിൽ എത്തപ്പെടുന്നു. Acquisition of knowledge very slow as a new generalization has to be discovered. Principles are independently generated. ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോളജ് അക്വിസിഷൻ എന്ന് വെച്ചാൽ ഒരു സ്ലോ പ്രോസസ്സ് ആയിട്ടാണ് വരുന്നത്. കാരണം ഒരു തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്നു. അപ്പോൾ അതിന് കുറച്ച് ടൈം ആവശ്യമുണ്ട്. ലേണേഴ്സ് ഗെറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇറ്റ്സ് ആൻ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് തോട്ട്സ്. അതോടൊപ്പം തന്നെ ലേണർ ഗെറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. കുട്ടി സ്വയം ശരിയായ രീതിയിലുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നേടിയെടുക്കുന്നു എന്നതാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് particular to general approach, it leads to new knowledge, it's a method of discovery, acquisition of knowledge very slow as a new generalization has to be discovered, principles are independently generated, learner gets first hand information, it is an upward movement of thought. Next one, deductive method. In this approach, thinking moves from general to particular. ഇൻഡക്റ്റീവ് മെത്തേഡിൽ particular to general ആണെങ്കിൽ ഇവിടെ തിങ്കിങ് എന്ന് പറയുന്നത് general to particular. In the deductive rules, generalization and principles are provided to students and then they are asked to verify them with the help of particular examples. ഇൻഡക്റ്റീവ് മെത്തേഡിനെ പോലെയല്ല ഡിഡക്റ്റീവ് മെത്തേഡ്. ഇവിടെ നടക്കുന്നത് ജനറലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ പ്രൊവൈഡഡ് ടു സ്റ്റുഡൻസ്. പ്രിൻസിപ്പിൾസ് തത്വങ്ങളും ജനറലൈസേഷനും കുട്ടികൾക്ക് കൊടുക്കുന്നു, അതിനെ വെരിഫൈ ചെയ്യുന്നു, എന്നിട്ട് അവയെ പഠിക്കുന്നതിന് നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയാണ് നടക്കുന്നത്. അവരിപ്പോൾ ഒരു പുതിയ അറിവ് കണ്ടെത്തുകയല്ല, കണ്ടെത്തിയ അറിവിനെ അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. Deductive method, general to particular approach.
general to particular approach. It does not lead to new knowledge. It does not lead to new knowledge. ഒരു പുതിയ അറിവിലേക്ക് നയിക്കുന്നില്ല. കാരണം ഒരു പ്രിൻസിപ്പൽ, ഒരു തത്വം കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് വെരിഫിക്കേഷൻ. അവർ കിട്ടിയ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ തത്വത്തെ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് വെരിഫിക്കേഷൻ. അക്വിസിഷൻ ഓഫ് നോളജ് വിൽ ബി ഫാസ്റ്റ്. It's a method of verification. The acquisition of knowledge will be fast. The acquisition of knowledge will be fast. Encourages dependence on accepted principle. ഇവിടെ നടക്കുന്നത് പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുമാണ്. ലേണേഴ്സ് ഗെറ്റ് റെഡിമെയ്ഡ് നോളജ്. അതാണ് ജനറൽ ടു പർട്ടിക്കുലർ ആണ്, പ്രിൻസിപ്പിൾസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻ ദിസ് മെത്തേഡ് ലേണേഴ്സ് ഗെറ്റ്സ് എ റെഡിമെയ്ഡ് നോളജ്. ഇറ്റ്സ് എ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് തോട്ട്. ഇതൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് തോട്ടാണ്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് തോട്ടാണ്. എന്നാൽ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് തോട്ടാണ്.